നമസ്കാരം. ഉഗാണ്ടയിലെ എൻഡെബെ വിമാനത്താവളത്തിൽ ഇസ്രായേലി പൗരന്മാരെ ഭീകരവാദികൾ തടഞ്ഞു വെച്ചുകൊണ്ട് ബന്ദികളാക്കിക്കൊണ്ടുള്ള ഒരു വലിയ പ്രതിസന്ധി ഇസ്രായേലിന് മേൽ 1976 അവരുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഇതിനെ കൃത്യമായിട്ട് പ്രതിരോധിച്ച് ഈ ഭീകരവാദികളെ കീഴ്പ്പെടുത്തി മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിലെ ചാരസംഘടന ഇവരെ രക്ഷിക്കുന്ന ഒരു സംഭവം അത് വലിയ രീതിയിൽ തന്നെ ലോകത്ത് ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനോടകം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ ചാരസംഘടനകളുടെ ഒരു ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ മൊസാദിന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ ഒരു പങ്കാളിത്തം അവർ ഏറ്റവും വലിയ തരത്തിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് ഒരു തെല്ലും സംശയമില്ലാതെ തന്നെ ആരുടെ മുന്നിലും പറയാൻ പറ്റുന്ന കാര്യമാണ്. അത് ഇസ്രായേലികളുടെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു സംവിധാനം കൂടിയാണ് മൊസാദ്, ഒരു തർക്കമില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഇസ്രായേൽ ചാര സംഘടനയായിട്ടുള്ള മൊസാദിനെ മാതൃകയാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മൊസാദിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ആ മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്ത് അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് വളരെ രഹസ്യമായിട്ട് ആ അഴിമതി നടത്തുന്ന ആളുകളെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നടത്തിയിട്ടുള്ള ഓപ്പറേഷനുകൾ. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകന്റെ പേര് മാത്യു സാമുവൽ എന്നാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം കടന്നു പോയിട്ടുള്ള വഴികളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള വഴികൾ തന്നെയാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഓപ്പറേഷനുകളെല്ലാം തന്നെ ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ സത്യസന്ധന്മാരായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും എപ്പോഴും അത് അംഗീകരിച്ചിട്ടുമുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ മാത്യു സാമുവൽ എന്ന് പറയുന്ന വ്യക്തി മാതൃകയാക്കുന്ന ഒരു സംഘടനയായിരുന്നു, അല്ലെങ്കിൽ മൊസാദ്, അല്ലെങ്കിൽ ആ മൊസാദ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ പാതയിലൂടെ പോരാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. നടന്ന് നീങ്ങിയതും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം മാതൃകയാക്കുന്ന മൊസാദിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള മൈക്ക് ഹരാരി എന്ന് പറയുന്ന വ്യക്തിയെ, ആ വ്യക്തി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ ആ രീതിയിൽ തന്നെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആണ് ഈ പറയുന്ന മാത്യു സാമുവൽ. ഈ ഉഗാണ്ടയിലെ എൻഡെബെ വിമാനത്താവളത്തിൽ ഈ ഇസ്രായേലി ബന്ദികളെ തടഞ്ഞു വെച്ച സമയത്ത് ഇറ്റാലിയൻ പൗരന്റെ വേഷം ധരിച്ചുകൊണ്ട് ഇദ്ദേഹം അവിടെ ചെന്ന് ഈ ഭീകരവാദികളെ കീഴ്പ്പെടുത്തുന്ന ഒരു സംഭവമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ തന്നെ ഒരു ബിസിനസ്സുകാരന്റെ വേഷം ധരിച്ചുകൊണ്ട് പേര് മാറ്റി ഒരു ബിസിനസ് സ്ഥാപനം തന്നെ ഇതിനു വേണ്ടി താൽക്കാലികമായിട്ടുള്ള സ്ഥാപനം സ്ഥാപിച്ച് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതി വീരന്മാരെ അവർ നൽകുന്ന അല്ലെങ്കിൽ അവരിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സുകാരിൽ നിന്ന് പണം വാങ്ങുന്ന വീഡിയോ ചിത്രീകരിച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു മാധ്യമ പ്രവർത്തകർ. അദ്ദേഹം നടത്തിയ ഒരു വലിയ തരത്തിലൊരു ഓപ്പറേഷന്റെ പേരാണ് നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ. ഈ നാരദ സ്റ്റിംഗ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ പ്രസ്താവന തൃണമൂൽ കോൺഗ്രസിലെ അഴിമതി വീരന്മാരെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ച ഒരു വളരെ വലിയൊരു തന്ത്രജ്ഞനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് മാത്യു സാമുവൽ എന്ന്. അപ്പോൾ നമ്മൾക്കറിയാം, നരേന്ദ്രമോദിയെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്ന സമയത്ത് മാത്യു സാമുവലിന്റെ ഒരു മൂല്യം, അദ്ദേഹത്തിന്റെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു മാധ്യമ പ്രവർത്തന രംഗത്ത് എത്രത്തോളം വലിയ രീതിയിൽ നമ്മളെപ്പോലെയുള്ള മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു സംശയമില്ലാതെ തന്നെ പറയാം. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനമായിട്ട് നമ്മുടെ ഈ ഒരു മാധ്യമ പ്രവർത്തകൻ മുന്നോട്ട് പോയ സമയത്ത് ഇവിടെ തകർന്ന് തരിപ്പണമായി പോയത് യഥാർത്ഥത്തിൽ മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വർഷങ്ങളായിട്ട് അവർ ഒരുപാട് നാളായിട്ട് CPM-നെതിരെയും കോൺഗ്രസിനെതിരെയും ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അഴിമതി വിരുദ്ധ രാഷ്ട്രീയമാണ് തങ്ങളുടെ മുഖമുദ്ര എന്നൊക്കെ അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിലെ ജനങ്ങളെ കബളിപ്പിച്ച പോലെ തന്നെ ബംഗാളിലെ ജനങ്ങളെയും വർഷങ്ങളായിട്ട് തന്നെ കബളിപ്പിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം അഴിമതി നടത്തുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ഒരു പരിധി വരെ അവർ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊരു മാറ്റം വന്നിരിക്കുന്നു. ആ മാറ്റം വന്നത് ഈ നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയ മാത്യു സാമുവൽ എന്ന് പറയുന്ന ഈ ഒരു മാധ്യമ പ്രവർത്തകന്റെ കഴിവാണെന്നുള്ളതിൽ തർക്കമില്ല. ഇന്ത്യ മഹാരാജ്യത്ത് മമതാ ബാനർജി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരി ഏറ്റവും കൂടുതൽ ശപിക്കുന്നത് അല്ലെങ്കിൽ വെറുക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന മാത്യു സാമുവൽ, സംശയമില്ല. കാരണം അന്ന് മുതൽക്കാണ് മമതാ ബാനർജിക്ക് ഈ പറയുന്ന പശ്ചിമ ബംഗാളിലെ പല മേഖലകളിലും അവരുടെ സ്വാധീനം നഷ്ടപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട അതിൽ ഈ പണം വാങ്ങിയ നേതാക്കന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 4 മന്ത്രിമാരുണ്ട്,
5 മമതാ ബാനർജി മന്ത്രിസഭയിൽ 5 മന്ത്രിമാരുണ്ട്, 4 പാർലമെന്റ് അംഗങ്ങളുണ്ട്, ഒരു MLA ഉണ്ട്, കൂട്ടത്തിൽ ഒരു IPS ഉദ്യോഗസ്ഥനുണ്ട്. നമ്മളൊന്ന് നോക്കൂ, ഇതിൽ ഈ രാജിവെച്ച് പോകേണ്ടി വന്ന അല്ലെങ്കിൽ ഈ നിയമ നടപടി സ്വീകരിക്കേണ്ടി വന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ അകപ്പെടേണ്ടി വന്ന ആളുകൾ എത്രത്തോളം വലിയ ഉന്നതന്മാരാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു 50ഓ 100ഓ ഒരു മാധ്യമ പ്രവർത്തകർ നമ്മുടെ ഈ ഭാരതത്തിലുണ്ടെങ്കിൽ അഴിമതി പോയിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് യഥാർത്ഥത്തിൽ ഒന്ന് എണ്ണങ്ങാൻ പോലും പറ്റാത്ത തരത്തിലേക്കുള്ള വിഷയങ്ങളോ. കാരണം അത്രയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇദ്ദേഹം നടത്തി, നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ. കാരണം ഒരു ബിസിനസ്സുകാരൻ്റെ വേഷം ധരിച്ച് പേരും എല്ലാ സംവിധാനങ്ങളും ഈ ഒരു സംഭവമാക്കി വെച്ചുകൊണ്ട് ഒളിക്യാമറ കൃത്യമായിട്ട് വെച്ച് ഈ പറയുന്ന നമ്മുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഓരോരുത്തരും ലക്ഷങ്ങൾ വാങ്ങുന്ന വീഡിയോ ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമല്ല. ആ ലക്ഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഴിമതി ശാരദ ചിട്ടി തട്ടിപ്പ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു അഴിമതിയെ മൊത്തത്തിൽ അറിയുന്നത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി ആരോപണം വന്നിരിക്കുന്നത് കേവലം 5 ലക്ഷമോ 5 കോടിയോ അല്ലെങ്കിൽ ഒരു 1000 കോടിയോ പോലുമല്ല, 10,000 കോടി രൂപയുടെ തട്ടിപ്പാണ്. ഈ തട്ടിപ്പാണ് മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പുറത്തേക്ക് കൊണ്ടുപോയി. ഇതിന് മുന്നേ ഇദ്ദേഹം ഈ നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുന്നതിന് മുന്നേ ചരിത്രത്തിൽ രേഖപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന തരത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു അഴിമതി, ഇതുപോലെ തന്നെയുള്ള ഒരു അഴിമതി 5,000 കോടി രൂപയുടെ. അതിൻ്റെ തെഹൽക്ക എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഇദ്ദേഹം ഒരു മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. തെഹൽക്ക സ്റ്റിംഗ് ഓപ്പറേഷൻ എന്നാണ് ഈ ഒരു സംഭവത്തിൻ്റെ പേര്. അപ്പോൾ ഈ ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള BJP ആണ് ഇതിൽ കുടുങ്ങിയതെന്ന് കൂടി ആലോചിക്കണം. ഇപ്പോൾ ഞാനൊക്കെ ഈ ഒരു സംഘപരിവാറിൻ്റെ പാതയിലൂടെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അഴിമതി എന്ന് പറയുന്ന സംഭവം നമ്മുടെ രാജ്യത്ത് നടന്ന സമയത്ത് അതിൽ ഒരു പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കന്മാർ, BJPയുടെ അന്നത്തെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ബംഗാരു ലക്ഷ്മണൻ, അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന സമതാ പാർട്ടിയുടെ നേതാവായിരുന്ന ജോർജ് ഫെർണാണ്ടസ്, ഇതുപോലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, നിരവധി ആളുകൾ, 60ഓളം പേര് അവരെ രാഷ്ട്രീയ ജീവിതവും എല്ലാം പ്രതിസന്ധിയിലാവുന്നൊരു സംഭവമായിരുന്നു. കാരണം 5,000 കോടി രൂപയുടെ അഴിമതിയാണ് ഇവർ നടത്തിയത്. അതിലും ഇതിന് സമാനമായിട്ടുള്ള ഡിഫൻസുമായി ബന്ധപ്പെട്ട് പ്രതിരോധ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു അഴിമതിയായിരുന്നു. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ അന്ന് പ്രതിരോധ വകുപ്പിൽ അല്ലെങ്കിൽ ഈ പ്രതിരോധ സാധനങ്ങൾ കൈമാറുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയുടെ ഉദ്യോഗസ്ഥനായി നിന്നുകൊണ്ടാണ് ഈ മാത്യു സാമുവൽ അന്ന് വേഷം മാറി ഈ വീഡിയോകളെല്ലാം ചിത്രീകരിച്ചത്. അതും BJPയുടെ ദേശീയ അധ്യക്ഷൻ വരെ പണം വാങ്ങുന്ന ഒരു വീഡിയോ പുറത്തു വന്ന ചരിത്രം വയ്ക്കണം. അപ്പോൾ ഇതൊക്കെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആ സമയത്ത് വലിയ രീതിയിലുള്ളൊരു കോളിളക്കം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ നമ്മുടെ മുന്നിൽ, നമ്മുടെ കേരളത്തിന് അഭിമാനമായിട്ട്, നമ്മുടെ മലയാളികൾ അഭിമാനമായിട്ട് രാജ്യത്ത് ഇന്നും ഉദിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകളെല്ലാം എത്രത്തോളം ഈ നമ്മുടെ മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്നുള്ള ഒരു പേരിട്ടുകൊണ്ട് അദ്ദേഹം യൂട്യൂബിൽ ഒരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചാനൽ വഴി നമുക്ക് അദ്ദേഹത്തിൻ്റെ നിരവധി വീഡിയോകളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ആ വീഡിയോകൾ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഒരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുമ്പോൾ അത് അവതരണ ശൈലിയോ അല്ലെങ്കിൽ മുഖ സൗന്ദര്യമോ ശരീര സൗന്ദര്യമോ ധരിക്കുന്ന വസ്ത്രമോ ഇതിനൊക്കെയുള്ള പ്രാധാന്യം അത് എത്രത്തോളം പുറകിൽ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാക്കും. കാരണം കണ്ടന്റ് പറയുന്ന കാര്യത്തിലുള്ള ധാർമ്മിക മൂല്യം, ഈ ധാർമ്മിക മൂല്യത്തെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ധാർമ്മിക മൂല്യത്തോടു കൂടി ഓരോ വാക്കുകളും സംസാരിക്കുമ്പോൾ, ഓരോ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് ജനങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് താഴെ വരുന്ന കമൻറ്റുകളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ നമ്മളെല്ലാവരും പലരും ഇതുപോലെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള പല സംഭവങ്ങൾ വരും. അത് നമ്മുടെ ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്നവർ പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ മാത്യു സാമുവലിനെ പോലെയുള്ളൊരു മാധ്യമ പ്രവർത്തകൻ ഇടുന്ന വീഡിയോകൾ കണ്ടന്റുകളുടെ താഴെ വന്നിട്ട് നെഗറ്റീവ് പറയാൻ പോലും പറ്റില്ല. കാരണം അത്രത്തോളം സത്യസന്ധമായിട്ടുള്ള ന്യൂസുകൾ
കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് ഇതുപോലുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്, ഓരോ വിഷയങ്ങളും. അപ്പോൾ ഇതാണ് ഒരു മാധ്യമ പ്രവർത്തനം. അപ്പോൾ ഇതുപോലെയുള്ളൊരു മാധ്യമ പ്രവർത്തകൻ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ യഥാർത്ഥത്തിൽ മൊസാദിൻ്റെ പ്രവർത്തന ശൈലിയെ അതേപടി ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെ ഒരു ഓപ്പറേഷനെല്ലാം നടത്താം എന്നതിനെപ്പറ്റി കൃത്യമായി പഠിച്ച് നമ്മുടെ രാജ്യത്തുള്ള അഴിമതി വീരന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ കൃത്യമായിട്ട് നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇതിൽ തെഹൽക്ക സ്റ്റിംഗ് ഓപ്പറേഷനിൽ മുഴുവൻ ആളുകൾക്കും ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ശാരദ ചിട്ടി തട്ടിപ്പോയി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം നടത്തിയ ഓപ്പറേഷൻ നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ, അത് 10,000 കോടി രൂപയുടെയാണ്. അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു യഥാർത്ഥത്തിൽ അഗ്രസീവായ മാധ്യമ പ്രവർത്തകൻ ഏത് തരത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അത് കൃത്യമായിട്ട് മാത്യു സാമുവൽ സഞ്ചരിച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു ദിവസം കാണാം. വന്ദേ മാതരം.